വിവിധ ക്ഷേമ പെൻഷനുകൾ 32 ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള പെൻഷൻ 6 മാസത്തെ തുക 1320 കോടി രൂപ ഗവൺമെൻറ് ഡിസ്പേഴ്സ് ചെയ്തിരുന്നു. ഇതിൽ 352 കോടി രൂപ ബാങ്ക് വഴിയും ഇലക്ട്രോണിക് മണി ഓർഡർ വഴിയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഏതാണ്ട് പൂർണ്ണമായും ബെനിഫിഷ്യറീസിന് കിട്ടിയിട്ടുണ്ട്. 968 കോടി രൂപ പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് വഴി കൊടുക്കുന്നതിനാണ് ഏൽപ്പിച്ചിരുന്നത്. അതിൽ നാമമാത്രമായ തുക മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ. ഇതിനു മുമ്പ് 2 ദിവസം ക്യാബിനറ്റ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പോസ്റ്റ് ഓഫീസിലുണ്ടാകുന്ന കാലതാമസത്തിലെ അസംതൃപ്തി ഗവൺമെൻറ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഞങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് 50 കോടി രൂപയിൽ താഴെ മാത്രമേ ഇതിൻ്റെ ബെനിഫിഷ്യറീസിന് കൊടുത്തിട്ടുള്ളൂ. ഇത് ഗവൺമെൻറ് അതീവ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് കാണുകയാണ്. ഇന്ന് ഫിനാൻസ് സെക്രട്ടറിയെ ക്യാബിനറ്റിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇത് ചർച്ച ചെയ്തു. ഇത് 3ാമത്തെ പ്രാവശ്യം ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ചർച്ച ചെയ്ത് പോസ്റ്റ് ഓഫീസുകളുടെ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ചുള്ള പരാതി കിട്ടിയപ്പോഴാണ് വിളിപ്പിച്ചത്. അത് പരിഹരിക്കും എന്നാണ് പോസ്റ്റ് മാസ്റ്റർ ജനറലിൻ്റെ ഭാഗത്തു നിന്ന് ഗവൺമെൻറ്റിന് കിട്ടിയെന്ന് ഉറപ്പ്. പക്ഷേ ഇപ്പോഴും കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല. നമുക്ക് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അവസരത്തിലും ഏറ്റവും അധികം അർഹിക്കുന്നവർ ക്ഷേമ പെൻഷനുകൾ നമ്മൾ അനുവദിച്ചിരിക്കുന്നത് ഏറ്റവും അർഹതയുള്ളവർക്ക് വേണ്ടിയാണ്. അവർക്ക് ഇന്നത്തെ കുടിശ്ശിക കൊടുത്തു തീർത്ത് മാസം തോറും ഈ പെൻഷൻ കൊടുക്കുക എന്നുള്ള സ്കീമാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത്. അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 6 മാസത്തെ പെൻഷൻ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ഈ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്.